ഒരു ഫ്രെയിമിനകത്ത് കാഴ്ചക്കാരൻ ആദ്യം നോക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒന്നിലധികം ഒബ്ജക്റ്റുകളെ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ബാക്കിയുള്ള ഒബ്ജക്റ്റുകൾക്ക് എന്താണ് പറയുക? ബാക്കി ഒരു ഫ്രെയിമിനകത്ത് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതൊക്കെയാണോ അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആ ഫ്രെയിമിനകത്ത് ബാക്കി വരുന്ന ഒബ്ജക്റ്റുകളെ നമ്മൾ സപ്പോർട്ടിംഗ് എലമെൻറ്റ്സ് എന്നാണ് പറയുക. ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ അയാളുടെ മനസ്സിലുള്ള ആശയത്തെ കാഴ്ചക്കാരൻ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഒന്ന് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ആശയത്തെ പൂർണ്ണമാക്കുന്നത് സപ്പോർട്ടിംഗ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഒരു ഫ്രെയിമിനകത്ത് സപ്പോർട്ടിംഗ് എലമെൻറ്റ്സ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആവുള്ളൂ. ആ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ അതിനുപോലെ പ്രാധാന്യമുള്ളത് തന്നെയാണ് സപ്പോർട്ടിംഗ് എലമെൻറ്റ്സും. അപ്പോൾ സപ്പോർട്ടിംഗ് എലമെൻറ്റ്സിനെ എങ്ങനെ കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഓരോ ഫ്രെയിമിലും ഓരോ എന്താ പറയുക, ഒരു സ്പിൻ ഡ്രോപ്പ് സ്പേസിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഓരോ സ്പേസിലും ഓരോ ഒബ്ജക്റ്റും എങ്ങനെ വരണം അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ ഫോട്ടോഗ്രാഫറിന് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും മൊബൈൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ഒറ്റ ക്ലിക്കിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിരുന്നോ എന്നുള്ളത്. ഒരിക്കലും നമ്മൾ ഈ കാര്യങ്ങളൊന്നും തന്നെ ചിന്തിച്ചിട്ടല്ല ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോഗ്രാഫി എന്നാൽ ഒരു ക്രിയേറ്റീവ് ആർട്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഉപകരണ കലയാണ് പ്രധാനമായിട്ട് അങ്ങനെ പറയാം. നമുക്ക് ഒരു ഫോട്ടോഗ്രാഫി ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു എക്യുപ്മെൻ്റ് ഉണ്ടായിരിക്കണം. ആ എക്യുപ്മെൻ്റ് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നവർക്കാണ് അയാളുടെ മനസ്സിലുള്ള ആശയം ആ ഉപകരണത്തിലൂടെ പുറത്തെത്തിക്കാൻ പറ്റുക. അപ്പോൾ ആ ഉപകരണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ഇത്രയും ദിവസം ഇതിൻ്റെ മുൻപേ നടന്ന ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമ്മളെ മനസ്സിലുള്ള ആശയത്തെ എങ്ങനെ കൃത്യമായി കാഴ്ചക്കാരനിൽ എത്തിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞ കുറച്ച് പോയിൻറ്റ്സ് ഒന്നുകൂടെ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റിൽ ഞാൻ പറഞ്ഞത് ഫ്രെയിം എന്താണ് എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, ഒരു ഫ്രെയിമിനകത്ത് അതൊരു വിഷയം അതിൻ്റെ കാഴ്ചക്കാരനായിട്ട് സംവദിക്കുന്നുണ്ടായിരിക്കണം. അതിനെ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയും. പിന്നീട് ഞാൻ പറഞ്ഞത് ഈ സബ്ജക്റ്റ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിമിലുള്ള വസ്തുക്കളെ അടുക്കി ഒതുക്കി വയ്ക്കുന്നതിന് അല്ലെങ്കിൽ അയാളുടെ ഉദ്ദേശിച്ച രീതിയിൽ ക്രമീകരിക്കുന്നതിനെയാണ് നമ്മൾ കമ്പോസിഷൻ എന്ന് പറയുന്നത്. കമ്പോസിഷനിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ്, കാഴ്ചക്കാരൻ ആദ്യം എവിടേക്ക് നോക്കണം എന്ന് തീരുമാനിക്കുന്നതാണ്. അതിനെ നമ്മൾ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ഒരു ഫ്രെയിമിൽ കാഴ്ചക്കാരൻ ആദ്യം നോക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫർ സെറ്റ് ചെയ്യുന്ന വസ്തുക്കളെയാണ് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ആ ഫ്രെയിമിൽ അയാൾക്ക് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ അതിൻ്റെ ആ സബ്ജക്റ്റ് പ്രോപ്പറായി കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോഗ്രാഫറെ സഹായിക്കുന്ന പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു ഫ്രെയിമിൽ വരുന്ന മറ്റു വസ്തുക്കളെ നമ്മൾ സപ്പോർട്ടിംഗ് എലമെൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രെയിമിനകത്ത് ഇപ്പം കാറ്റഗറൈസ് ചെയ്യാൻ ആ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്താണ് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എന്താണ് സപ്പോർട്ടിംഗ് എലമെൻറ്റ്സ്, എങ്ങനെയാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്, എന്താണ് അതിൻ്റെ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ അത് കാഴ്ചക്കാരനായിട്ട് സംവദിക്കുന്ന വിഷയത്തെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അതിനകത്തുള്ള വസ്തുക്കളെ നമ്മൾ ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതുവരെയും കേട്ട ഫോട്ടോഗ്രാഫി മേഖലയിൽ നിന്നുള്ള സംസാരത്തിൽ പലപ്പോഴും നിങ്ങൾ സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്യണം, സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അത് പലപ്പോഴും സബ്ജക്റ്റ് എന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ ഒരു എന്താ പറയുക വ്യക്തമായി മനസ്സിലാക്കാതെ പറയുന്നത് കൊണ്ടുള്ള ഒരു കുഴപ്പമാണത്. അപ്പോൾ സബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഴ്ചക്കാരൻ ആ ഫോട്ടോഗ്രാഫിലൂടെ അയാൾ കണ്ടെടുക്കുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ അയാളുടെ ഫോട്ടോഗ്രാഫർ അയാളോട് സംവദിക്കുന്ന ഒരു വിഷയം, അതാണ് സബ്ജക്റ്റ്. ഓക്കെ, ആ ഫ്രെയിമിനകത്ത് അയാൾ കാണുന്ന വസ്തുക്കളെ ഒബ്ജക്ട്സ് എന്ന് പറയും. അയാൾ ആദ്യമായിട്ട് അയാളുടെ ശ്രദ്ധ പോകുന്ന ഒരു ഭാഗത്തിനെ നമ്മൾ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. പിന്നെ അതിനകത്ത് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് കാണാവുന്ന മറ്റു വസ്തുക്കളെ അതിനെ സപ്പോർട്ടിംഗ് എലമെൻറ്റ്സ് എന്ന് പറയും. പിന്നെ ഇതിനൊക്കെ ആ രീതിയെയാണ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും എങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, ഇതിനെങ്ങനെയാണ് നമ്മളെടുത്ത് ക്രമീകരിക്കുക, നമുക്കൊരിക്കലും നീക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറിനെ മൂവ് ചെയ്യാൻ പറ്റും. ഒരു വലിയൊരു വസ്തുവിനെ എടുത്ത് മാറ്റുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണെങ്കിൽ ക്യാമറയും ഫോട്ടോഗ്രാഫറും ആ സ്ഥലം മാറുക എന്നുള്ളത് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു
ഫോട്ടോഗ്രാഫിലേക്ക് ഒരു കാഴ്ചക്കാരൻ നോക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ ആദ്യം പതിയുന്ന സ്ഥലത്തെയാണ് നമ്മൾ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ആവാം, ഒന്നിലധികം ഒബ്ജക്ട്സ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സ്ഥലമാവാം, എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ഫോട്ടോഗ്രാഫിൽ കാഴ്ചക്കാരൻ ആദ്യം കണ്ടെത്തുന്ന വസ്തു അല്ലെങ്കിൽ ആദ്യം നോക്കുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയായിരിക്കാം കാഴ്ചക്കാരൻ്റെ കണ്ണുകൾ ഈ വസ്തുക്കളെ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഈ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറാണ് തീരുമാനിക്കുന്ന പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണെന്നുള്ള. കാഴ്ചക്കാരൻ ഒരിക്കലും പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് ഞാൻ നോക്കണം, കണ്ണടച്ചിരിക്കാം, എന്നിട്ട് ഏകദേശം പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇന്ന സ്ഥലത്താണ്, അത് വെച്ചിട്ട് അവിടെ നോക്കാം എന്നുള്ള ധാരണയൊന്നും അയാൾക്കില്ല. അയാൾ ഫോട്ടോഗ്രാഫ് എടുത്ത്, നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ റിയൽ ലൈഫ് ഡെയിലി ലൈഫിൽ ഒത്തിരി ഫോട്ടോഗ്രാഫ്സ് കാണുന്ന ആൾക്കാരാണ്. നമ്മളതിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്നൊരു ഒബ്ജക്റ്റ് നമ്മളെ സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം പെട്ടെന്ന് നമ്മളെ കണ്ണ് അവിടെ എത്തിയതാണ്, ഏതോ കാരണങ്ങളാൽ അവിടെ കണ്ണ് എത്തിപ്പോയതാണ്, നമ്മൾ മനഃപൂർവ്വം ആലോചിച്ചിട്ട് നോക്കിയതൊന്നുമല്ല. അങ്ങനെ വരുന്ന ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഫോട്ടോഗ്രാഫർ സെറ്റ് ചെയ്ത പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റും കാഴ്ചക്കാരൻ കാണുന്ന പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റും സെയിം ആവുകയാണെങ്കിൽ അയാളുടെ ഫോട്ടോഗ്രാഫറാണ് വിജയിക്കുന്നത്, അയാളുടെ കമ്പോസിഷൻ കറക്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം.